നമസ്കാരം. ഇതെൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ പെങ്ങളുടെ മകളും തമ്മിലുള്ള ബന്ധവും അവന് പറ്റിയ ചില അനുഭവങ്ങളും. ഇതിൽ തെറ്റും ശരിയൊന്നും ഞാൻ പറയാനില്ല. ഓരോ മനുഷ്യനും ഓരോ വിദ്യയാണ്. ചിലപ്പോൾ അത് സംഭവിക്കേണ്ട കാര്യമായിരുന്നിരിക്കാം. ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇവൻ്റെ മൂത്ത പെങ്ങളുടെ മോള് ഇവനും തമ്മിലൊരു 5 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ. രണ്ട് കൂട്ടരും ഇപ്പം ഇവൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവന് ചിലപ്പോൾ ഒരു 23 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ പ്രായമാണ് ഇവൻ. ഇവരുടെ വീട്ടിൽ പല സമയത്തും ആളില്ലാത്ത സമയമൊക്കെ ഉണ്ടാവും. ഇവരെപ്പോഴാണ് തുടങ്ങിയതെന്ന് അറിയില്ല. ഇവർ തമ്മിൽ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ രഹസ്യമായിട്ട് തുറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വേറൊരു പെങ്ങൾ കയ്യോടെ പിടിക്കാം. കയ്യോടെ പിടിച്ച് വലിയ പ്രശ്നമായി. അത് ആ വീട്ടിൽ തന്നെ ഒതുക്കി തീർക്കാന്നുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴേക്കും വേറൊരു കുഴപ്പം പറ്റി. ഇവളുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞ് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഒരു ഗർഭം കൊണ്ടുപോയി കളയണമെങ്കിലൊക്കെ വലിയ റിസ്ക്കാണ്. ഭർത്താവ് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒരുപാട് നൂലാമലകളുണ്ട്. പക്ഷെ അവിടെ ടെസ്റ്റ് അതല്ല. ഇവന് ഇവളെ കല്യാണം കഴിക്കണം. ഇവർ ഒരുമിച്ച് ജീവിക്കുള്ളൂ. കാരണം ഇവർ ശരിക്കും സെക്ഷുവലായിട്ടുള്ള ബന്ധം മാത്രമല്ല, ഭയങ്കര സ്നേഹമാണ്, വേറെ പിരിയില്ല. അങ്ങനെ ഈ പ്രശ്നം കുടുംബക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്ന് ഈ പ്രശ്നം പിന്നെ പുറത്തുള്ള ഒരു 2-3 പേരൊക്കെ അറിയില്ല തുടങ്ങി. അപ്പം എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ഇതൊരിക്കലും ശരിയാവില്ല. ചില ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ രഹസ്യമായിട്ട് വെച്ച് ഇത് അബോർഷൻ ചെയ്ത് എന്നിട്ട് പിന്നെ ഇവിടെ വേറൊരുത്തനെ കെട്ടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ചതിയല്ലേ. ഇവർ പറഞ്ഞാൽ ഇവർ ജീവിച്ചിരിക്കില്ല. അവസാനം വീട്ടുകാരൊരു തീരുമാനം എടുത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എങ്ങോട്ടെങ്കിലും പോയിക്കോന്ന്. അങ്ങനെ ഒരു വടകര തലശ്ശേരി ആ ഭാഗത്ത് പോവുകയാണ്. അവിടെ പോയിട്ട് ഒരു കുഞ്ഞ് വാടക വീടെടുത്ത് അവിടെ പിന്നെ ഇവരാരും അറിയില്ലല്ലോ, ഭാര്യ ഭർത്താക്കന്മാർ. അപ്പോൾ അവിടെ ഞങ്ങളെ കാരണ ഒരു ചേട്ടനുണ്ട്, ചെറിയ കോൺട്രാക്റ്റ് പണി, ബിൽഡിങ്ങിൻ്റെ വീടിൻ്റെ പണിയൊക്കെ. അപ്പോൾ ഇവന് അതിൽ ഇങ്ങനത്തെ പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവനവിടെ അയാളുടെ ഒപ്പം പണിക്ക് കൂടി. വർഷങ്ങളോളം അവരിങ്ങോട്ട് വന്നില്ല. 2-3 കുട്ടികളായി, വീട് വെച്ച് അവരങ്ങനെ താമസിക്കാം. അപ്പോൾ ഇവർ അങ്ങോട്ട് പോകാനൊക്കെ ഞാൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരും ഉപേക്ഷിച്ചാൽ എല്ലാം ഞാനുണ്ടാവും അപ്പം. കാരണം ചില മനുഷ്യൻ്റെ അവസ്ഥകളാണത്. അല്ലാതെ തെറ്റും ശരി അവിടെ നോക്കാൻ പറ്റില്ല. ചില സമയത്ത് ഇവർ പോയി ചിലപ്പോൾ ജീവൻ ഓടിക്കുക, അതും നമ്മൾ കാണേണ്ടി വരും. അപ്പം ധൈര്യം കൊടുക്കുക. വരാനുള്ള മത്തായി പറഞ്ഞ പോലെ വരുമ്പോൾ വരും. വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു മരണം ഉണ്ടായപ്പോഴാണ് അവർ വന്നത്. നോക്കുമ്പോൾ നല്ല സെറ്റപ്പിലാണ് അവർ ജീവിക്കണൊക്കെ, സ്വന്തം കാറിലാണ് വന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എന്നാലും ആൾക്കാരുടെ ഉള്ളിൽ ഇവരോട് വെറുപ്പായിരുന്നു. ഇവർ ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ളത്. ഇവർ ചെയ്തത് തെറ്റാണോ ശരിയാണോ ഇപ്പോൾ എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് ഒന്നും പറയാൻ കിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? അവരുടെ സാഹചര്യം, അവർ ജീവിച്ച വീട്ടിൽ അവർക്ക് ഒരുപാട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒത്തു വന്നു. എപ്പോഴാണ് ഇതിൻ്റെ ഈ കൺട്രോൾ, ഈ രക്തബന്ധം അല്ലാണ്ടായി എന്നൊന്നും ഞാൻ ചോദിച്ചില്ല അവരോട്. ഏതൊരു സന്ദർഭത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയതോ. അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് പേരക്കുട്ടികളും ഒക്കെ ആയി. അവിടെ പിന്നെ ഇവരുടെ ഹിസ്റ്ററി ഒന്നും ആരും പോയി പറഞ്ഞു കൊടുത്തില്ല, ആരും അറിയാമില്ല. എന്നാലും ആരെങ്കിലുമൊക്കെ ആയിട്ട് വണ്ടിക്കൂലി മുടക്കി പോയിട്ടുണ്ടാവും ചിലപ്പോൾ. ഏതായാലും അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്.